ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവർക്കും തിരുവോണദിന ആശംസകൾ. അതെ, ഞങ്ങൾ സദ്യ വെക്കാൻ പോണുള്ളൂ കേട്ടോ. തിരക്കാണ് ഇപ്പോൾ. തിരക്കാണ്, നെല്ലൊന്നും കാണിക്കില്ല, എന്നാലും ഞങ്ങൾ ഓടിച്ചു വിടുന്നതല്ല ഞങ്ങളെ കാണിക്കട്ടാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതേവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് ഡബിൾ സന്തോഷത്തോടെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടാണ്. രാവിലെ എണിച്ച് ഞാനും അമ്മയൊക്കെ കുളിച്ചൊരുങ്ങി നിൽക്കുന്നു. നേരത്തെ കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞു. അമ്മ മുല്ലപ്പൂ ഉറക്കം വെച്ചു. ഓലൻ ഈ ചെറിയ കഷ്ണം പോരെ മത്തം വെച്ചിട്ട് ഓലം വെക്കുന്നത്. അതെ അതെ. സാമ്പാറൊക്കെ ആയി. സാമ്പാറായി, ഉപ്പേരിയായി. കത്തി നല്ല മൂർച്ച, നല്ല മഴ കേട്ടോ. പൂക്കൾ ഇട്ടിട്ടില്ല, പൂവൊക്കെ അരിഞ്ഞു വെച്ചു. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം രാത്രി അച്ഛൻ വീണ്ടും അച്ഛൻ്റെ പണിയിലേക്ക് വന്നു. അച്ഛൻ്റെ സ്ഥിരം പണി. പതുക്കെ പതുക്കെ ചിരട്ട ചെലവുണ്ട. നോക്കട്ടെ തേങ്ങ. വിളക്ക് വെക്കാനാട്ടോ. നമ്മളെ പൂട്ട് കഴിഞ്ഞു. കണ്ട അടിപൊളിയായില്ലേ. മെയിൻ പ്രശ്നം എന്താ അറിയോ, കല്ലാണ്. ഞങ്ങളെ പൂടാൻ വേണ്ടി കല്ല് മാറ്റിയപ്പോൾ ഇവിടെ വെള്ളം നിറയണു. ഇപ്പോൾ പൂ ഒലിച്ചു പോണു. ലാസ്റ്റ് കുറച്ച് മഞ്ഞ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ തിരുവോണപ്പൂക്കളം. ഞങ്ങളുടെ പൂക്കളം എങ്ങനെയാണെന്ന് പറയണം കേട്ടോ. ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. തിരുവോണപ്പൂക്കളം കുറച്ച് കഷ്ടപ്പെട്ടു. മഴ വന്ന് എന്താകുമോ. ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ടു. ഫുള്ള് കല്ലൊക്കെ എടുക്കേണ്ടി വരും. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. അതെ, ഞാൻ തന്നെ ഭംഗിയുണ്ട് പറയുന്നു. കേബേജ് തോരൻ വെച്ചിട്ടോ. സാമ്പാറായി. കേബേജ് തോരനാവണു. വൈകിട്ടാണ് ചെയ്യും. ഞങ്ങൾ നല്ല ഓണക്കാഴ്ച കാണാൻ പോയി. നേരം വൈകി 11 മണി കിടക്കുന്നു. പൂവൊക്കെ വെട്ടി വെച്ച് കിടക്കുന്നത് വൈകുന്നേരമായി. അപ്പോൾ എണിക്കാൻ വൈകി. തേങ്ങ അപ്പുറത്ത് അച്ഛനോട് തേങ്ങ ചെറിയിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങയുടെ കൂടുതലും പണി. ഓണമായാലും എന്തായാലും അച്ഛന് തേങ്ങ ചെറിയതാണ് പണി. നേരത്തെ എണീറ്റ് നമ്മൾ ആദ്യം കുളിച്ചു. പൂവൊക്കെ ചൂടി. എന്താ ഞങ്ങളുടെ പൂ. അതുകൊണ്ട് ഭാഗ്യം. വൈകിയല്ലേ പിന്നെ അത് അങ്ങനെ നിൽക്കും. നേരത്തെ എനിക്ക് കുളിച്ചാൽ കാര്യം കഴിഞ്ഞു. വേഗട്ടെ വേഗട്ടെ. കടലപ്പായസം ഉണ്ടാ ഞങ്ങൾ വെക്കുന്നത്. അട കൊണ്ടുവന്നിട്ടുണ്ട്. അട നമ്മൾ വാങ്ങിച്ചു. അതിൻ്റെ 2ാം പാൽ ഒഴിച്ചിട്ട് തിളച്ച് കുറുകി വന്നതാ. ഇത് കുറച്ച് വെക്കാന്നാ വിചാരിച്ചു. പക്ഷെ വെച്ചാൽ നമുക്ക് ഇത്തിരി കൂടിപ്പോയാ. 1ാം പാൽ ഒഴിക്കട്ടെ. എന്താ കളറ്? കടലപ്പായസമാണ്. കടലപ്പായസം ചൂടായാൽ മതിട്ടാ. ഓഫാക്കുക. ഇനി ഏലക്ക പൊടിച്ചത് പഞ്ചസാരയും കൂടിയിട്ട് ഇനി നമുക്ക് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തിടാം. ആദ്യം കുറച്ച് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് വലുതാക്കി കൊട്ടുക കേട്ടോ. എല്ലാം ആയി. കഴിച്ചാൽ മതിയോ? എല്ലാം ആയി, കഴിച്ചാൽ മതി. കടലപ്രഥമ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യട്ടോ. ഒരു ഗ്ലാസ് പൊട്ടിച്ച് അവിടെ കിടക്കും. കണ്ടോ, സൂപ്പറല്ലേ. ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ. ബീട്രൂട്ട് നന്നായി ഗ്രേറ്റ് ചെയ്ത് നന്നായി ഗ്രേറ്റ് ചെയ്താണ്. ഇനി അരപ്പിട്ട് കൊടുക്കാം.
ഇഞ്ചിയും പച്ചമുളകും തേങ്ങ. ഈ ഒരു പിങ്ക് കളർ ഇല്ലാണ്ട് സദ്യ ഫുള്ളാവില്ല. പിങ്ക് വേണം. ആ കളറില്ലേ ഈ തൈര് വെച്ച് വേറെ ലെവലാവും. അപ്പോൾ ഒരു വേറൊരു കളറാവും. ഇനി ഓഫാക്കുക കേട്ടോ. നമ്മുടെ തൈര് എന്നിട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ തൈരാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. താളിച്ച് ഒഴിക്കട്ടെ കേട്ടോ. താളിക്കാം. പച്ചടി താളിച്ചെടുക്കും. മുളക്, കറിവേപ്പില ഇത് ചേർത്ത് നീല ഒഴിച്ച് കൊടുക്കാം. ഏകദേശം റെസിപ്പിയൊക്കെ കാണിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ചെറുതൊന്നും കാണിക്കാൻ പറ്റില്ല, സമയം ഓണം ഒന്നും അടുത്തെത്തി. അതെ സൂപ്പറല്ലേ പച്ചടി? അതെ, ഇന്നലെ വരെ നമ്മൾ റെസിപ്പീസ് കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ കാണിച്ചില്ല. ഇന്ന് എല്ലാം കൂടി കാണിക്കാൻ പറ്റില്ല. മസാലക്കറി വെക്കാൻ കേട്ടോ. എല്ലാം കുറച്ച് കുറച്ചാൽ വെക്കുള്ളൂ കേട്ടോ. ബാക്കി വരാൻ പാടില്ല. ഇന്നത്തോടെ എല്ലാം കഴിച്ച് തീർക്കണം. നാളേക്ക് ബാക്കി വരത്തില്ല. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ തന്നെ, ഏത് കറിയും ബാക്കി വരത്തില്ല. അളവൊക്കെ കുറച്ചാണ്. എല്ലാം ഓരോന്നെടുത്തുള്ളൂ. ഒരു പൊട്ടറ്റോ, ഒരു സവാള, ഒരു പിടി ഗ്രീൻ പീസ്, അത്രേ ഉള്ളൂ. അതേപോലെ സാമ്പാറിന് എല്ലാം ഓരോന്ന് ഒരു ക്യാരറ്റ്, അത് മതി. അവിയലിനും അതെ. ചോപ്പ് കളറില്ല ബേസ്. ചോപ്പല്ല, അത് കറുപ്പാണ്. റെഡി റെഡി ആയിട്ടില്ല. ഓ, പാലൊഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കും. മറന്നുപോയി ഞാൻ മറന്നൊരു കുട്ടി. ഏയ് മറന്നില്ല. ഞാൻ ചെറിയ ഓർമ്മക്കുറവ്. മസാലക്കറി റെഡി ആയിട്ടാ. പാലൊഴിച്ചു. നല്ല കട്ടി തേങ്ങാപ്പാലും ഒഴിച്ചു. നല്ല കട്ടി ഉണ്ടായിരുന്നു. കട്ടിയുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് പപ്പടം കാച്ചലാണ് കേട്ടോ. നീ എന്താ ചൂടാണ്. സദ്യ വിഭവങ്ങളൊക്കെ ആയിട്ടാ. ഇനി നമ്മൾ കഴിക്കാണ്. എന്താ സാമ്പാർ, പപ്പടം, ഇത് മാങ്ങാ പച്ചടി, അല്ല കിച്ചടിയാണ്. മാങ്ങാ കിച്ചടി, ബീട്രൂട്ട് പച്ചടി, പിന്നെ ഓലൻ, കേബേജ് തോരൻ, പിന്നെന്താ അവിയൽ, മസാലക്കറി, ഇഞ്ചിപ്പുളി, ഇഞ്ചിപ്പുളി, കടലപ്പായസം, ഇത് അടപ്പായസം കിട്ടിയത്, പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടില്ല കേട്ടോ, പിന്നെ ചോറ്, ശർക്കര വരട്ടി, കായ്പേരി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പോരെ 1:30 ഈ സമയം. ഊണ് കഴിക്കട്ടെ കേട്ടോ. നമ്മൾ സദ്യ വിളമ്പുകയാണ്. ഞാൻ സദ്യ വിളമ്പട്ടോ. അത് ഇഞ്ചിക്കറി. ഞാൻ വിളമ്പോട്ടാ. അത് ശരി. അച്ചാറില്ലെന്ന്. മാങ്ങ കിച്ചടിയാണ്. മസാലക്കറി ഇത് അറ്റത്തു. ഓല, ഈ മത്തനും കൂടെ കേട്ടോ. ഓല സിമ്പിൾ പോലെ അങ്ങനെ. അവിയൽ വിളമ്പില്ല. നമ്മുടെ മെയിൻ താരമാണ് അവിയൽ. ഇതാണ് പാലക്കാട് അവിയൽ. ഇതൊരു പാലക്കാടൻ സദ്യയാണ് ഗൈസ്. 2 ആൾക്കാർ ഇരുന്നിട്ടില്ല. പഴം മതി. സാമ്പാർ, ചോറ്, മതി സാമ്പാർ. ഇനി എന്തെങ്കിലും ഉണ്ടോ? സദ്യ കഴിക്കണ്ട. അമ്മ ഇത് സദ്യ കഴിക്കുന്നു. വേണ്ട, എൻ്റെ സദ്യ. എങ്ങനെയുണ്ട് സദ്യ?
എല്ലാവർക്കും ഹാപ്പി ഓണം ട്ടാ. ഹാപ്പി ഓണം. ഞങ്ങളുടെ വക അടിപൊളി സദ്യ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഗംഭീരമാക്കിയിട്ടാ ഞങ്ങൾ അടിപൊളിയാക്കിയിട്ട് സദ്യയൊക്കെ വെച്ചു. നേരം മഴ പെയ്തില്ല. പൂക്കളൊക്കെ ഇട്ടു. അപ്പോൾ നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെയാണെന്ന് പറയുക കേട്ടാ. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കട്ടെ. ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട്. വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. അത് കഴിഞ്ഞിട്ട് പരിപാടിക്ക് പോകണം. അതെ.